ലഹരിക്കടത്തിനായി ഇപ്പോൾ സ്ത്രീകളെയും വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇടുക്കി വാഗമണിൽ 50 ഗ്രാം MDMA-യുമായി കോഴിക്കോട് സ്വദേശികളായ യുവതിയും യുവാവുമാണ് പിടിയിലായത്. മുഹമ്മദ് ഫവാസ്, ശ്രാവൺ താര എന്നിവരിൽ നിന്ന് MDMA മാത്രമല്ല കഞ്ചാവും ഹാഷിഷ് ഓയിലും കണ്ടെടുത്തു. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പീരുമേട് എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് മുഹമ്മദ് ഫവാസും ശ്രാവൺ താരയും പിടിയിലാകുന്നത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും 47 ഗ്രാം MDMA-യാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് ഇവർ താമസിച്ചിരുന്ന റിസോർട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി. ഇവിടെ നിന്ന് 3 ഗ്രാം MDMA-യും കഞ്ചാവും ഹാഷിഷ് ഓയിലും 3,75,000 രൂപയും പിടിച്ചെടുത്തു. ഇവരുടെ കൈവശം 5 മൊബൈൽ ഫോണുകളും ഉണ്ടായിരുന്നു. ഒരു വലിയ സീഷർ MDMA 50 ഗ്രാമോളം, അതുപോലെ തന്നെ കുറച്ച് ഹാഷിഷ് ഓയിലും കുറച്ച് കഞ്ചാവും ഒരു 3,70,000 രൂപയും പിടിച്ച് പീരുമേട് എക്സൈസ് ഇൻസ്പെക്ടർ ഇതിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കേസ് കണ്ടെടുക്കുകയുണ്ടായി. ഇവർ വിനോദസഞ്ചാരികൾക്കടക്കം രാസലഹരി എത്തിക്കുന്നവരാണെന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. ഇങ്ങനെ ലഭിച്ച പണമാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നും കരുതുന്നു. ഇതിനു മുമ്പും ഫവാസ് രാസലഹരിയുമായി പിടിയിലായിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും 83 ഗ്രാം രാസലഹരിയുമായിട്ടാണ് ഇതിനു മുമ്പ് ഫവാസ് പിടിയിലായത്. ശ്രാവൺ താരയുടെ ഭർത്താവ് ശ്രീമോനും സംഘത്തിലെ പ്രധാന കണ്ണിയാണ്. ശ്രീമോനെ കഴിഞ്ഞ ദിവസം 430 ഗ്രാം MDMA-യുമായി ആലപ്പുഴയിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരും വാഗമണിലേക്ക് കടന്നതെന്നാണ് കരുതുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.